വയനാട് വാഗേരി മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയിറങ്ങി. പ്രദേശവാസിയായ ശ്രീനേഷിന്റെ ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിലാണ് രാത്രി കടുവ എത്തിയത്. ഫാമിൽ നിന്നും പിടികൂടിയ പന്നിയെ കടുവ ഉൾവനത്തിലേക്ക് കൊണ്ടുപോയി. വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി കടുവയ്ക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു. വിവരങ്ങളുമായി ദീപക് മോഹൻ വയനാട്ടിൽ നമുക്കൊപ്പം. ദീപക് മോഹൻ, വെരി ഗുഡ് മോർണിംഗ്. രണ്ടാഴ്ച കൂടുമ്പോൾ കടുവയെക്കുറിച്ച് പറഞ്ഞു തന്നെ ദീപക്കിന് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണല്ലോ. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് സുജയ പാർവതി. കടുവാഭീതി വയനാട്ടിൽ ഒഴിയുന്നില്ല. വീണ്ടും മൂടക്കൊല്ലിയിൽ കടുവ ഇറങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സമീപത്തെ മൂടക്കൊല്ലിയിൽ നിന്നുള്ള പന്നി ഫാമിൽ നിന്ന് കടുവ ഇന്നലെ രാത്രി കുറച്ച് പന്നികളെ പിടികൂടിയിരുന്നു. ഇതിനെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോയതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ വനം വകുപ്പ് ജീവനക്കാർ എത്തിയിട്ടുണ്ട്. ഈ മൂടക്കൊല്ലിയിലെ ശ്രീനേഷ് എന്ന് പറയുന്ന ആളുടെ പന്നി ഫാമിൽ നിന്നാണ് രാത്രി കടുവ എത്തി കടുവ പന്നികളെ പിടികൂടിയത്. രാവിലെയാണ് ഈ ഉടമസ്ഥൻ വിവരം അറിയുന്നത്. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാ എപ്പോഴാണ് പിടിച്ചതെന്നുള്ള അറിയത്തില്ല. ഞാൻ 7 മണിക്കാണ് കൂട് കഴുകാൻ വരുന്നത്. കൂട് കഴുകാൻ വന്നപ്പോൾ തന്നെ കൂടിൻ്റെ മുമ്പിലാണ് പന്നീൻ്റെ തീറ്റ വെച്ചിട്ടുണ്ടാവുക. അതല്ല, ഇന്നലെ രാത്രി ആന വന്നിട്ട് ചവിട്ടി കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ പോയാൽ അവിടുത്തെ വിഷ്വൽ എടുക്കാൻ പറ്റും. അങ്ങനെ കൂട്ടി കയറി നോക്കി കഴിയുമ്പോൾ ഒരു കൂട്ടിൽ 35 പന്നി കുഞ്ഞുങ്ങൾ ഇട്ടിരുന്നതായിരുന്നു. അതിലൊരു പന്നി ചത്ത് കിടക്കുന്നുണ്ട്. ബാക്കി പന്നികളെല്ലാം ഒരു മൂലയിലേക്ക് കയറിയിരിക്കുകയാണ് പേടിച്ചിട്ട്. അപ്പം ചോര കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പന്നി കുറവുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കൂടിൻ്റെ മേലെ കൂടി എടുത്ത് ചാടിയ പാട് കാര്യങ്ങളുണ്ട്. കാപ്പി കൂടെ വലിച്ചുകൊണ്ട് വന്ന പാടുണ്ട്. നമ്മളിവിടെ വരെ വന്ന് നോക്കിയിട്ടില്ല, ഇങ്ങോട്ട് കയറിയിട്ടില്ല. ഇവിടെ വരെ ഈ പാട് നമുക്ക് കാണാമായിരുന്നു. ഇടയ്ക്ക് അവിടെ കുറച്ച് ചോര ഭാഗങ്ങളൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. എത്ര പന്നികളെ ഇപ്പോൾ ഫാമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പിടിച്ചത്? അതായത് 19 കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരെണ്ണം കൂട്ടിലും കിടപ്പുണ്ട്. ഒരു കടുവയ്ക്ക് ഇങ്ങനെ സാധ്യമാവും? അതറിയത്തില്ല. എത്ര കടുവയാന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. സുജയ, ഏകദേശം 19ഓളം പന്നിക്കുഞ്ഞുങ്ങളെ ഈ 50 മീറ്ററോളം ദൂരത്തിൽ നിന്ന് ഈ വന അതിർത്തിയിലേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, പന്നി ഫാമിൽ നിന്നുള്ള പ്രദേശത്ത് നിന്ന്. ഏതായാലും വനംവകുപ്പ് ജീവനക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കടുവാഭീതി ഒഴിയാതെ തന്നെ നിൽക്കുകയാണ്. ഈ കടുവയുടെ കാൽപ്പാടുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കടുവ പോയ വഴിയിലൂടെ കടുവയെ തിരച്ചിൽ വനംവകുപ്പ് ജീവനക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ജനങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. മാത്രമല്ല, നേരത്തെ ഈ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ വനംവകുപ്പ് ഇവിടെ നടത്തിയിരുന്നു. പിന്നീട് കൂട് വെച്ചാണ് പിടികൂടിയത്. അതിനുശേഷം വീണ്ടും ഈ കടുവാഭീതി ഒഴിയാതെ തന്നെ നിൽക്കുകയാണ്. കടുവയുടെ കാൽപ്പാടുകളുണ്ട്. കടുവ മാത്രമല്ല, മറ്റെല്ലാ വന്യജീവികളുടെയും ശല്യം ഇവിടെ രൂക്ഷമായി തന്നെ ഉണ്ട്. ആനയുണ്ട്, അതുപോലെ തന്നെ കരടിയുണ്ട്. ഏതായാലും ഇവിടെ തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറേ, ഇപ്പൊ കടുവയാൻ തിരിച്ചറിഞ്ഞോ? കടുവയാൻ തിരിച്ചറിഞ്ഞോ? കടുവയിൽ കൽപ്പാൽ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ പറയുമ്പോൾ എല്ലാവരും വലിയ ഉദ്യോഗസ്ഥ അറിയിച്ചിട്ടുണ്ട്. ഒരു നിർദ്ദേശിപ്പാനും ബാക്കിയുള്ള കാര്യങ്ങൾ ക്യാമറകൾ വെക്കാനുള്ള തീരുമാനം ഇല്ല, അതെല്ലാം മേലുദ്യോഗസ്ഥർ തീരുമാനിക്കണം. ശരി, ഓക്കെ. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. പ്രമോദ് കുമാറാണ് ഇപ്പോൾ സംസാരിച്ചത്. കടുവയാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായി. ഇനി കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കാനായിരിക്കും അടുത്ത നീക്കം. അതോടൊപ്പം അതിനുശേഷം മാത്രമായിരിക്കും കൂട് വെക്കാൻ തീരുമാനമാവുക. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത്, അതായത് ഈ കുന്നിൻ ചെരുവിലാണ് ഇവരുടെ പന്നി ഫാം, ശ്രീനേഷിന്റെ പന്നി ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 100 മീറ്ററോളം ദൂരത്തിൽ ഇതിലൂടെയാണ് കടുവ ഈ പന്നിയെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഉൾക്കാട്ടിലേക്ക് എത്തിച്ചത്. ഇവിടെയെല്ലാം കടുവയുടെ കാൽപ്പാടുകൾ ദൃശ്യമാണ്. ഏതായാലും പ്രദേശവാസികൾ വീണ്ടും ആശങ്കയിൽ തന്നെയാണ്. കടുവാഭീതി ഒഴിയാതെ തന്നെ നിൽക്കുന്നു. കടുവയെ എത്രയും വേഗം പിടികൂടണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. സുജി.